കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വിവാദമായതൊക്കെയാണ്. പക്ഷെങ്കിലും അത് ഔദ്യോഗികമായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററുകളിലൊക്കെ പ്രദർശിപ്പിച്ച OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. അതിനുശേഷം അത് വിവാദങ്ങളൊക്കെ കാരണമായിട്ടുണ്ട്. ഇവിടെ ഏപ്രിൽ മാസം 2, 3, 4 തീയതികളിലായിട്ട് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3 ദിവസം ഒരു ഇൻറ്റൻസീവ് കോഴ്സ് എല്ലാ പള്ളികളിലും നമ്മൾ നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ പ്രണയത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രണയക്കുരുക്കുകളെക്കുറിച്ചും അതിൻ്റെ അകത്ത് വീണ് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെ ഉള്ള മാറ്ററുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് വരുമ്പോൾ ഈ ഇൻറ്റൻസീവ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്റ്റഡി ക്ലാസ് മാത്രമല്ല, അവർക്ക് കുറച്ച് വർക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്, അവരുടെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഈ 3 ദിവസത്തെ കോഴ്സുകൾ കൊണ്ടുപോകുക. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു വർക്ക് കൊടുത്തൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ആ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വർക്കാണ്. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. അത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കുട്ടികൾക്കൊരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ പ്രണയക്കുരുക്കുകൾ ഒരുപാടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ അതുപോലെ വീണു പോകാറുണ്ട്, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, പല കുട്ടികളുടെയും ഭാവി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പം നമ്മൾ എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ജാഗ്രത പുലർത്തേണ്ടത് എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു മാനം മാത്രമാണ് ഈ സിനിമാ പ്രദർശനം എന്ന് ഉദ്ദേശിക്കുന്നത്. സിനിമയെ എതിർത്തത് മറ്റൊരു വശം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ അകത്തൊരു വർഗീയ മാനം കണ്ടുകൊണ്ടാണ് സിനിമയെ എതിർത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളൊക്കെ ഉണ്ടായി. അതാണ് ചർച്ച കൂടുതലായിട്ട് കേരളത്തിൽ വന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ഡിസ്കഷൻ നടത്തിയിരുന്നു, അധ്യാപകർക്ക് നടത്തിയ ട്രെയിനിങ്ങുകൾ, അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കൊടുത്താൽ മനസ്സിലാകും. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നടത്തിയിട്ടുള്ള ആശയവിനിമയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രണയക്കുരുക്കിൽ വീണു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ ഈ പ്രത്യേകിച്ച് പ്രണയത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുള്ള ഈ ടീനേജിൽ കുട്ടികൾ പുലർത്തേണ്ട ഒരു ജാഗ്രതയെക്കുറിച്ച് അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.